ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കേൾക്കുന്നത് കർണൻ എന്ന സസ്പെൻസ് ത്രില്ലർ നോവലിൻ്റെ 7ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർണൻ അധ്യായം 7. കണ്ടൽ വാസു. മരിക്കാൻ പോകുന്നവൻ്റെ അവസാന ശ്വാസം പോലെ ആ ശബ്ദം ശശാങ്കൻ്റെ നാവിൻ തുമ്പിൽ നിന്നും അടർന്നു. തൊണ്ടക്കുഴിയിൽ തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റതുപോലെ അയാളുടെ ഭാര്യയുടെ വായി തുറന്നുപോയി. അമ്പരപ്പോടെ അവർ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ തുറിച്ചു നോക്കി. കരിമ്പടം പുതച്ചിരുന്ന അയാൾ അത് നെറ്റിക്ക് മുകളിലേക്ക് വലിച്ചിട്ടിരുന്നു. അതിനാൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മുഖം കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും കാട്ടുപോത്തിൻ്റേതു മാതിരി 2 തിളക്കങ്ങൾ അവർ കണ്ടു. അയാളുടെ കണ്ണുകൾ. ഇയാളെന്താ ഇവിടെ? അവരുടെ ഒച്ച വിറച്ചു. ശശാങ്കന് പെട്ടെന്നൊരു ഉത്തരം നൽകാനായില്ല. നിങ്ങൾ പുറത്തു പോകണം, അവർ കൈ ചൂണ്ടി. കണ്ടൽ വാസുവിൻ്റെ സിരസിൽ നിന്നും കരിമ്പടം തട്ടിൽ കണഞ്ഞു. എന്നോട് തന്നെയാണോ നിങ്ങൾ പറഞ്ഞത്? അതെ. ആ സ്ത്രീ വിട്ടുകൊടുത്തില്ല. വസന്ത അകത്തു പോ, പെട്ടെന്ന് ശശാങ്കൻ ശബ്ദിച്ചു. അല്ല, അവർ മടിച്ചു. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഭർത്താവിനൊന്ന് രൂക്ഷമായി നോക്കിയിട്ട് വസന്തി അകത്തേക്ക് പോയി. വാതിലിൽ കൊളുത്തുകൾ ഇട്ടു. കണ്ടൽ വാസു ഒന്ന് ചിരിച്ചു. പിന്നെ അടുത്ത് കിടന്ന സെറ്റിയിലിരുന്നു. കാലുകൾ മുന്നിലെ ടീപ്പോയിലേക്ക് ഉയർത്തിവെച്ചു. കൈകൾ കുടഞ്ഞു. വല്ലാത്ത ക്ഷീണം സഖാവേ. തിന്നാനും കുടിക്കാനും എന്തെങ്കിലും വേണം. നേരം പുലർന്ന ശേഷം ആകെ കഴിച്ച 2 പെഗ് മാത്രം. ശശാങ്കന് ആകെ പെരുത്തു കയറി. പക്ഷെ ഒന്നും മിണ്ടിയില്ല. മിണ്ടാനാവില്ലല്ലോ. നിങ്ങളുടെ ഭാര്യയെ വിളിച്ച് ചോറിരിപ്പുണ്ടെങ്കിൽ വിളമ്പാൻ പറ സഖാവേ. അലമാരിയിൽ നിന്നും ഒരു കുപ്പിയും എടുക്ക്. കണ്ടൽ വാസു തുടർന്നു. കടലിൽ നിന്നും പോലീസിനെ വെട്ടിച്ചു പോന്ന ശേഷം ഉറങ്ങിയിട്ടേയില്ല. ആഹാരം കഴിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. രോഷം കടിച്ചമർത്തി ശശാങ്കൻ ഒരു നിമിഷം അയാളെ നോക്കി നിന്നു. അല്ല വാസു, ഞാനൊന്ന് ചോദിക്കട്ടെ, പോലീസ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങോട്ട് തന്നെ വന്നത്? മറ്റെങ്ങോട്ട് പോകാനാ? വാസു ചിരിച്ചു. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കടലിൽ നിന്നും കരയിലേക്ക് വരാൻ എനിക്ക് നിർദ്ദേശം കിട്ടിയത്. വാസു പറയുന്നത് നേരാണ്. അതുകൊണ്ട് ശശാങ്കൻ അല്പനേരം പരിങ്ങി നിന്നു. എനിക്ക് വിശക്കുന്നു, വാസു വീണ്ടും ഓർമ്മപ്പെടുത്തി. ഞാനിപ്പോൾ വരാം. ശശാങ്കൻ പിന്തിരിഞ്ഞ് കിടപ്പുമുറിയിലെത്തി. മുഖം വീർപ്പിച്ചിരിക്കുകയായിരുന്ന വാസന്തി അയാളെ കണ്ടതും തിരക്കി. ഓനെ പുറത്തു വിട്ടോ? ഇല്ല. പിന്നെ എന്താ നിങ്ങളുടെ പരിപാടി? ഒക്കെ പറയാം. ശശാങ്കൻ ശബ്ദം താഴ്ത്തി. നേരെ ഒന്ന് പുലർന്നോട്ടെ, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഇപ്പോൾ ചോറിരിപ്പുണ്ടെങ്കിൽ നീ കുറച്ചെടുക്ക്. എനിക്ക് വയ്യ കണ്ട ഗുണ്ടകളെയൊക്കെ വിളമ്പി വിട്ടാൻ. മുഖത്തടിക്കുന്ന മട്ടിലായിരുന്നു വാസന്തിയുടെ സംസാരം. എടിയൊന്ന് പതുക്കെ. അയാൾ പേടിയോടെ വാതുക്കലേക്ക് നോക്കി. ഓൻ കേൾക്കണ്ട. ദേഷ്യം വന്ന നമ്മളെ 2നെയും കൊല്ലാൻ പോലും മടിക്കത്തില്ല. അതോടെ വാസന്തിയും വല്ലാതെ ഭയന്നു. അവർ അടുക്കളയിലേക്ക് പോയി. ചോറും മിച്ചമരിപ്പുണ്ടായിരുന്നു, കോഴിക്കറിയും. 2ഉം വിളമ്പി വെച്ചു. എടുത്തോണ്ട് ചെന്ന് ഉരുട്ട്. പാത്രങ്ങൾ അവർ ഭർത്താവിൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. ശശാങ്കൻ അതുമായി ഹാളിലേക്ക് ചെന്നു. എന്നാൽ തീൻമുറിയിലെത്തിയതും ഞെട്ടിപ്പോയി. തീന്മേശക്കരികിലെ കണ്ടൽ വാസു. അലമാരയിലിരുന്ന മദ്യക്കുപ്പിയും ഫ്രിഡ്ജിലിരുന്ന വെള്ളത്തിൻ്റെ കുപ്പിയും അയാളുടെ കയ്യിൽ. വാസു ഒന്ന് ചിരിച്ചു. സമയം കളണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ ഞാൻ തന്നെ ഇങ്ങോട്ടെടുത്തു. ശശാങ്കൻ മിണ്ടിയില്ല. പാത്രങ്ങൾ യാന്ത്രികമായി അയാളുടെ മുന്നിൽ വെച്ചു. മദ്യക്കുപ്പിയും വെള്ളത്തിൻ്റെ കുപ്പിയും കടിച്ചു തുറന്നു. പിന്നെ 2ഉം ഒരുപോലെ വായിലേക്ക് കമത്തി. അയാളുടെ തൊണ്ട വളരെ വേഗം ചലിക്കുന്നത് ശശാങ്കൻ നോക്കി നിന്നു. പകുതിയോളം വെള്ളവും മദ്യവും അകത്താക്കിയിട്ട് അയാൾ കുപ്പികൾ മേശപ്പുറത്ത് വെച്ചു. ഹോ, ഇപ്പോഴാ ആശ്വാസമായത്. പിറുപിറുത്തുകൊണ്ട് അയാൾ ചിക്കൻ ചാറ് ചോറിലേക്ക് ഒഴിച്ചു. ഇളക്കി ഉരുട്ടി കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തീരും മുമ്പ് ഒരു വട്ടം കൂടി മദ്യം കുടിച്ചു. പിന്നെ കുപ്പിയിൽ 1/4 ഭാഗത്തോളം മാത്രം ബാക്കി. സഖാവ്, ഇത്തിരി കഴിക്കുന്നോ? ഇല്ല. ആ. അയാൾ ചോറ് കഴിച്ചു തീർത്തു. കൈവിരലുകളൊന്ന് നക്കിയിട്ട് കുറച്ച് വെള്ളം കുടിച്ച് എമ്പക്കം വിട്ടെഴുന്നേറ്റു. വാഷ് ബേസിൽ കൈയഴുകി. തോളിലൂടെ മടക്കിയിട്ടിരുന്ന കരിമ്പടത്തിൻ്റെ തുമ്പിൽ കൈ തുടച്ചു. സംസാരമൊക്കെ ഇനി നാളെ. ഒന്ന് ഉറങ്ങണം. ഏതാ സഖാവെ മുറി? അയാൾ ചുറ്റും നോക്കി. വാ. ശശിധരൻ അയാളെ ഗസ്റ്റ് റൂമിലേക്ക് എത്തിച്ചു. കൊള്ളാം. വീട്ടിൽ കിടന്നുറങ്ങിയ കാലം മറന്നു. വാസു കിടക്കയിലിരുന്നു. ആ ഫാനിൻ്റെ വേഗത കൂട്ടിയിട്ട് ലൈറ്റ് അണച്ചേച്ച് സഖാവ് പോയിക്കോ. സ്വയം നിയന്ത്രിക്കാൻ പാടുപെട്ട് ശശാങ്കൻ അയാളെ അനുസരിച്ചു. മുറിയിൽ മടങ്ങിയെത്തുമ്പോൾ കത്തുന്ന മുഖത്തോടെ ഇരിക്കുകയായിരുന്നു വാസന്തി. അവരെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ശശാങ്കൻ അവിടുത്തെ ലൈറ്റും അണച്ചു കളഞ്ഞു. സമയം പിടഞ്ഞു വീണുകൊണ്ടിരുന്നു. ശശാങ്കന് ഉറങ്ങാനായില്ല. വാസന്തിയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. എങ്കിലും 2 പേരും പരസ്പരം ഒന്നും പറഞ്ഞില്ല. എത്ര നേരം കഴിഞ്ഞു എന്നറിയില്ല. വീണ്ടും ശശാങ്കൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. ഞെട്ടലോടെ അയാൾ അതെടുത്ത് നോക്കി. സഖാവ് ബാലൻ. കണ്ടൽ വാസുവിൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ടായിരിക്കും ബാലൻ സഖാവ് വിളിക്കുന്നത്.
അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശശാങ്കൻ ഫോൺ കാതോട് ചേർത്തു. പക്ഷേ മറുവശത്തു നിന്നും തിളച്ച വെള്ളം കാതിലേക്ക് ഒഴുകും പോലെയുള്ള ഒരു വാർത്തയാണ് ശശാങ്കൻ കേട്ടത്. കുടുകുടെ വീർത്തു. അപ്പോൾ കുഞ്ഞമ്പുവിൻ്റെ ഫോൺ കോൾ കർണനെ ഉണർത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്താടാ ഈ വെളുപ്പാങ്കാലത്ത്? വാച്ചെടുത്ത് സമയം നോക്കുന്നതിടയിൽ കർണൻ തിരക്കി. നേരെ 5:30. കർണ, വാസവനെ ആരോ വെട്ടി, കുഞ്ഞമ്പു തിടുക്കത്തിൽ പറഞ്ഞു. ആരാ? കർണൻ ചാടി എഴുന്നേറ്റു. കൃത്യമായിട്ട് അറിയത്തില്ല, നീ ഒന്ന് വേഗം വരണം. നീ അങ്ങോട്ട് പോയിക്കോ, ഞാൻ പെട്ടെന്ന് വരാം. ഫോൺ വെച്ചിട്ട് അവർ തിടുക്കത്തിൽ വേഷം മാറി. രാവിലെ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ആഹാരം കൊടുക്കേണ്ടതിനാൽ മാധവി അടുക്കളയിലുണ്ടായിരുന്നു. അമ്മേ! കർണൻ്റെ വിളിവേട്ട് അവരെത്തി. വേഷം മാറി നിൽക്കുകയായിരുന്ന അവനെ കണ്ടപ്പോൾ അവിടെ നെറ്റി വിളിച്ചു. എന്താടാ? അവൻ കാര്യം പറഞ്ഞു. അമ്മ വാതിലടച്ചേര്, ഞാനങ്ങോട്ട് പോവുക. നീ ശ്രദ്ധിക്കണം, ആ ബാലൻ തന്നെയാണോ വാസവനെ വെട്ടിച്ചതെന്ന് അറിയില്ല. മാധവി മുന്നറിയിപ്പ് നൽകി. കർണനൊന്ന് മൂളി, പിന്നെ ഇറങ്ങി. നേരത്തെ വെളിച്ചം വീണു തുടങ്ങിയ വഴിയെ തിടുക്കത്തിൽ നടന്നു. വാസവൻ്റെ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ആൾത്തിരക്കും വെളിച്ചവും അവനെ കണ്ട് കുഞ്ഞമ്പു അടുത്തെത്തി. ഓനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയി. സാരമായ മുറിവുണ്ടെന്ന് അറിഞ്ഞത്. കുഞ്ഞമ്പു ശബ്ദം താഴ്ത്തി. ഇവിടെ ആരുണ്ട്? ഓൻ്റെ അമ്മ. വാ, നമുക്ക് അവരെ ഒന്ന് കാണാം. കർണനും കുഞ്ഞമ്പുവും വീടിനുള്ളിലേക്ക് നടന്നു. ആളുകൾ വഴിമാറി. അകത്തേക്ക് കാൽവയ്ക്കാനായ കർണൻ ഒരു നിമിഷം നിന്നു. മുറിയിൽ ചിതറിക്കിടക്കുന്ന ചോര. വീട്ടിനുള്ളിൽ വെച്ചായിരുന്നു സംഭവം. അവൻ കുഞ്ഞമ്പുവിനെ നോക്കി. രക്തത്തിൽ ചവിട്ടാതെ ഇരുവരും അകത്തേക്ക് കടന്നു. മുറിയിൽ മറ്റു സ്ത്രീകൾക്ക് നടുവിലുണ്ടായിരുന്ന വാസവൻ്റെ അമ്മ അവർ തേങ്ങുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നു. അമ്മേ! കർണം വിളിച്ചതും അവർ മുഖമുയർത്തി. അവനെ കണ്ടതേ അവരുടെ നിലവിളി ഉച്ചത്തിലായി. മോനെ കർണ, എൻ്റെ കുഞ്ഞിനെ അവൻ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ആരാ അമ്മേ അവനെ? കൃഷ്ണൻ എന്നാ മോനെ പറയുന്നത് കേട്ടത്. കൃഷ്ണൻ. കർണൻ്റെ നട്ടലിനുള്ളിൽ ഒരു തരിപ്പുണ്ടായി. ആ സ്ത്രീ തുറന്നു. വെളുപ്പിനാ വാസവൻ വന്നത്. വന്നങ്ങോട്ട് കയറിയതേ ഉള്ളൂ. വാതിലിൽ ആരോ മുട്ടി. അവർ മുണ്ടിന് തുമ്പുയർത്തിയിട്ടൊന്ന് മൂക്ക് പിഴിഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോൾ ശശാങ്കനാന്നാ പറഞ്ഞ. അവർ വാതിൽ തുറന്നതും ഒരുത്തനകത്തേക്ക് ചാടിക്കയറി വെട്ടുമായിരുന്നു. ശക്തമായ കിതപ്പ് കാരണം അവരൊന്ന് നിർത്തി. ഓനെന്താ പറഞ്ഞത്? വാസവൻ അത്രയും നേരം എവിടെയായിരുന്നു? സംശയത്തോടെയാണ് കുഞ്ഞമ്പു തിരക്കിയത്. ഞങ്ങളുടെ തമ്പി സാറിനെ വെട്ടാൻ നിനക്കൊക്കെ ധൈര്യമാടാ എന്നായിരുന്നു അവൻ്റെ ചോദ്യം. മുരുകനില്ലേലും കൃഷ്ണൻ ജീവനോടെ ഉണ്ടടാ എന്ന് പറഞ്ഞു. കർണനും കുഞ്ഞമ്പുവും പരസ്പരം നോക്കി. കഴിഞ്ഞ രാത്രിയിൽ വാസവൻ തമ്പിസാറിനെ ആക്രമിച്ചോ? അമ്മ കരയണ്ട, വാസവനൊന്നും സംഭവിക്കത്തില്ല. അവരെ ആശ്വസിപ്പിച്ചിട്ട് ഇരുവരും മെല്ലെ പുറത്തേക്ക് നടന്നു. നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. അവർ മുറ്റത്തെത്തുമ്പോൾ ശശാങ്കൻ മുന്നിൽ. കർണൻ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി. ശശാങ്കൻ പതറി. സഖാവൊന്ന് നിന്നേ. കർണൻ ശബ്ദം താഴ്ത്തി. ശശാങ്കൻ നിന്നു. തമ്പിസാറിനെ വെട്ടാൻ വാസവനെ പറഞ്ഞയച്ചത് പാർട്ടി തീരുമാനം അനുസരിച്ചായിരുന്നോ? ശശാങ്കൻ വിളറിപ്പോയി. എങ്കിലും പറഞ്ഞൊപ്പിച്ചു. എനിക്കൊന്നും അറിയത്തില്ല കർണ. ഇനി ബാലൻ സഖാവോ മറ്റോ? കർണൻ അമർത്തിയൊന്ന് മൂളി. പിന്നെ പോക്കറ്റിൽ നിന്നും സെൽഫോൺ എടുത്ത് ആരോടോ വിവരം തിരക്കി. ശശാങ്കൻ അകത്തേക്ക് കയറിപ്പോയി. കർണൻ ഫോൺ തിരികെ പോക്കറ്റിലിട്ടുകൊണ്ട് കുഞ്ഞമ്പുവിനോട് പറഞ്ഞു. സംഗതി സത്യമാ കുഞ്ഞമ്പു, പക്ഷേ തമ്പിസാർ രക്ഷപ്പെട്ട് കളഞ്ഞു. ഇരുവരും റോഡിലേക്ക് ഇറങ്ങി. എന്നാലും പെട്ടെന്ന് ഇവർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതാ മനസ്സിലാവാത്തത്. കുഞ്ഞമ്പു ഒരു സിഗരറ്റ് കത്തിച്ചു. അതിന് കാരണം പലതാണ്. ഞാനും നീയൊക്കെ ഒപ്പം നിന്നിരുന്നെങ്കിലും പാർട്ടിക്ക് ശത്രുക്കളെ വീഴ്ത്താൻ പുതിയ ആളുകളുണ്ടെന്ന് നമ്മളെ കൂടി അറിയിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ കാരണം ബാങ്കിൽ നിന്നും എൻ്റെ ശ്രദ്ധ തിരിക്കാൻ പറ്റുമെങ്കിൽ അകത്താക്കാൻ. പറഞ്ഞില്ല. കർണൻ കനത്തിലൊന്ന് മൂളി. പക്ഷേ വാസവൻ തമ്പിസാറ് തിരിച്ചറിഞ്ഞു കാണും. എന്നിട്ട് കൃഷ്ണനെ പറഞ്ഞു വിട്ടതാവും ഉറപ്പ്. നടന്ന് ഇരുവരും അബ്ദുള്ളയുടെ ചായക്കടയ്ക്കരിയിലെത്തുമ്പോൾ ഒരു പോലീസ് ജീപ്പ് സൈറനിട്ടുകൊണ്ട് പാഞ്ഞുപോയി. വാസവൻ്റെ വീട്ടിൽ നിന്നും ശശാങ്കൻ നേരെ പോയത് ബാലൻ്റെ അടുത്തേക്കാണ്. ആകെ അസ്വസ്ഥനായിരുന്നു ബാലൻ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സഖാവേ, എടുത്തയാടെ ഒന്നും വേണ്ടെന്ന് കുറ്റപ്പെടുത്തും പോലെ ശശാങ്കൻ പറഞ്ഞു. നീ മിണ്ടരുത്. കസേരയിൽ പിന്നോട്ട് ചാഞ്ഞിരുന്നുകൊണ്ട് ബാലൻ കൈ ചൂണ്ടി. വാസവൻ ആനയാ ചേനയാന്നൊക്കെ നീ തന്നെയല്ലേ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ശശാങ്കനെ ഉത്തരം മുട്ടി. ഇനിയിപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ പേരിൽ നാളെ ഒരു ഹർത്താൽ. ബാങ്ക് കണക്ക് കർണൻ്റെ കയ്യിലെത്താൻ ഒരു ദിവസം കൂടി വൈകുമല്ലോ. അത്രേ ആശ്വാസം. ബാലൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ശശാങ്കൻ പെട്ടെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ രാവിലെ മുതൽ ഇങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ബാലൻ മുഖമുയർത്തി. കണ്ടൽ വാസു ഇന്നലെ വീട്ടിൽ വന്നു. എന്നിട്ട്? ബാലനിൽ ഒരു ഞെട്ടൽ പടരുന്നത് ശശാങ്കൻ കണ്ടു. എന്നിട്ടൊന്നും പറയണ്ട. ശശാങ്കൻ പല്ല് ഞെരിച്ചു. രാത്രിയിലുണ്ടായിരുന്ന സംഭവം വിശദീകരിച്ചു. അതിനുശേഷം ഇതുവരെ വാസന്തി എന്നോട് മിണ്ടിയിട്ടില്ല. അയാളപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഓൾക്കവിടെ താമസിക്കാൻ വയ്യെന്ന്. ഇപ്പോൾ തന്നെ വാസു കിടക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. സഖാവ് പറ, ഞാൻ എന്ത് ചെയ്യണം? ബാലിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല.
സഖാവ് എന്താ മിണ്ടാത്തത്? നമുക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. എന്തായാലും വാസുവിനെ തൽക്കാലം ആരും കാണണ്ട. പത്രക്കാരൻ പയ്യൻ സൈക്കിളിൽ പാഞ്ഞു വന്ന് പത്രം സിറ്റൗട്ടിലേക്ക് ഇട്ടിട്ട് അതിവേഗത്തിൽ മടങ്ങി. ശശാങ്കൻ പത്രം എടുത്ത് നിവർത്തി. അയാളുടെ കണ്ണുകളൊന്നൊടുങ്ങി. മുൻപേജിൽ ജയിലർ കുരുവിളുടെ ഫോട്ടോ, തൊട്ടടുത്ത് കണ്ടൽ വാസുവിൻ്റെയും. ഇത് കണ്ടോ? ശശാങ്കൻ പത്രം ബാലനെ കാണിച്ചു. ബാലൻ കണ്ണട എടുത്ത് വെച്ച് പത്രം നോക്കി. തിടുക്കത്തിൽ ആ വാർത്തയിലൂടെ ഒന്ന് കണ്ണോടിച്ചു. പിന്നെ പറഞ്ഞു, പത്രത്തിൽ കൂടുതലായിട്ടൊന്നുമില്ല. പത്രക്കാർക്ക് കുരുവിളയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ കണ്ടൽ വാസു കുരുവിളയെ കടത്തിക്കൊണ്ടുപോയി കടലിൽ പോയി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും പോലീസ് രക്ഷപ്പെടുത്തിയെന്നും മറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ശശാങ്കന് ആകാംക്ഷയായി. കുരുവിള ഇന്ന് പത്രസമ്മേളനം നടത്തുന്നുണ്ട് 11 മണിക്ക്. അതോടെ കാര്യങ്ങൾ കുഴയും. ഇരുവരും അല്പനേരം മിണ്ടാതിരുന്നു. അവസാനം ശശാങ്കൻ തിരക്കി, കണ്ടൽവാസുവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല ഞാൻ. ചിന്തിക്കാം. ധർമ്മടൻ ശിവൻ സഖാവിനും കൂടി ഒന്ന് സംസാരിച്ചിട്ട്. തൃപ്തിയില്ലായ്മയോടെ ശശാങ്കൻ തലയാട്ടി. ഇന്ന് അടിയന്തരമായി കമ്മിറ്റി വിളിക്കാം. പോരെ? മതി. ശശാങ്കൻ എഴുന്നേറ്റു. കർണനും കുഞ്ഞമ്പും മറ്റും ആശുപത്രിയിലേക്ക് പുറപ്പെടാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും ഫോൺ വന്നത്. പേടിക്കാനൊന്നുമില്ല. വാസവൻ്റെ പരിക്ക് കാര്യമായിട്ടൊന്നുമില്ല. തോളിലും പുറത്തും ഓരോ വെട്ടുകൾ. വാളിൽ കടന്നു പിടിച്ച കാരണം കൈപ്പത്തിക്ക് മുറിവേറ്റിട്ടുണ്ട്. എങ്കിലും അവർ ആശുപത്രിയിലേക്ക് പോയി വാസുവിനെ കണ്ടു. അവരെ കണ്ടപ്പോൾ വാസുവിൻ്റെ മുഖം വിളറി. എന്തിനായിരുന്നു വാസവ തിടുക്കപ്പെട്ട് തമ്പിസാറിൻ്റെ പിന്നാലെ പോയത്? കുഞ്ഞമ്പ് ചോദിച്ചു. വാസുവൻ മറുപടി പറഞ്ഞില്ല. 11 മണിക്ക് മുമ്പ് തന്നെ അവർ പന്നിന്നൂർ മടങ്ങിയെത്തി. നിറം ക്ലബ്ബിൽ ചെറുപ്പക്കാരേറെ ഉണ്ടായിരുന്നു. 11 മണിക്കുള്ള പത്രസമ്മേളനം ലൈവായി ടി വിയിൽ കാണാമെന്നും ചാനലുകാർ എഴുതി കാണിച്ചിരിക്കുന്നു. കർണനും കുഞ്ഞമ്പും അവിടെ തങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ശക്തിധരനെത്തി. കൃത്യം 11 മണിക്ക് തന്നെ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ ജയിലർ കുരുവിളയുടെ പത്രസമ്മേളനം തുടങ്ങി. കുരുവിള സത്യങ്ങൾ ഓരോന്നായിട്ട് തുറന്നു പറഞ്ഞു തുടങ്ങി. കുഞ്ഞമ്പു കർണൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. കുരുവിള തുടരുകയാണ്. സഖാവ് ധർമ്മടൻ ശിവൻ പറഞ്ഞിട്ട് പലതവണ ഞാൻ കുറ്റവാളികളെ പുറത്തിറക്കിയിട്ടുണ്ട്. എതിർചേരിയിലുള്ളവരെ കൊല്ലാനും സ്വന്തം ചേരിയിലുള്ളവരെ വീഴ്ത്താനും. ക്ലബിനുള്ളിലെ ടി വിയിൽ ശബ്ദമൊഴികെ പറ്റൊന്നുമില്ല. അവസാനം കോപ്പാലം കുമാരനെ ഇറക്കിയതും കർണൻ്റെ കൂട്ടുകാരൻ രമേഷിനെ കൊല്ലാനാണ്. അവിടെ പക്ഷെ കുമാരൻ പെട്ടുപോയി. ബാക്കിയൊന്നും എനിക്കറിയില്ല. എന്നാൽ ഞാൻ സത്യം പറയുമെന്ന് ഉറപ്പായപ്പോൾ എന്നെ കിഡ്നാപ്പ് ചെയ്യുകയായിരുന്നു ധർമ്മടൻ ശിവൻ്റെ അറിവോടെ. കണ്ടൽ വാസുവിനെ സംരക്ഷിച്ചതും അയാൾ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം കർണനെ കൊല്ലാൻ കരയിലേക്ക് പോരും മുമ്പ് എന്നെയും തീർത്തേക്കാനായിരുന്നു അയാളുടെ പദ്ധതി. നിറം ക്ലബ്ബിലിരുന്ന് ചെറുപ്പക്കാരെ കിടുങ്ങിപ്പോയി. അവർ അവിശ്വസനീയ ഭാവത്തിൽ കർണനെ നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചു. ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല കർണ. ധർമ്മടൻ ശിവൻ സഖാവിൻ്റെ മനസ്സറിവുണ്ടെങ്കിൽ ബാലേട്ടനും ശശാങ്കൻ സഖാവിനും ഈ വിവരം അറിയാതിരിക്കില്ല. പാർട്ടിയിലുള്ളവരെ തന്നെ ഇല്ലാതാക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമുക്ക് വേണ്ട. ഇത് നേരിൽ ചോദിക്കുക തന്നെ വേണം. സുരേഷ് നിന്ന് ജ്വലിച്ചു. കർണൻ്റെ മൂത്ത പുഞ്ചിരി അപ്പോഴും മാഞ്ഞില്ല. സുരേഷിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, സുരേഷേ, ജയിലർ കുരുവിലുള്ള അഭിപ്രായം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ധർമ്മടൻ ശിവൻ സഖാവിൻ്റെ മറുപടി കൂടി വരട്ടെ. എന്തെങ്കിലും കേട്ടാലുടൻ നിജസ്ഥിതി അറിയാതെ ചാടിപ്പുറപ്പെടുന്നത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർക്ക് യോജിച്ചതല്ല. സുരേഷും മറ്റു ചെറുപ്പക്കാരും അതങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഭാവത്തിൽ തലവെട്ടിച്ചു. അപ്പോൾ തൻ്റെ വീട്ടുമുറ്റത്തേക്ക് കയറിയിരുന്ന സഖാവ് ശശാങ്കൻ. അതിനിടെ അയാളെ സഖാവ് ബാലൻ വിളിച്ചു. ശശാങ്ക, പന്ന്യന്നൂരിൽ ചെറുപ്പക്കാരെ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കുക. അതുകൊണ്ട് ഇന്ന് കമ്മിറ്റി വിളിക്കേണ്ടെന്ന് ശിവൻ സഖാവ് പറഞ്ഞു. ശശാങ്കൻ്റെ കണ്ണുകളൊന്നിടുങ്ങി. ശരി പറഞ്ഞിട്ട് അയാൾ സിറ്റൗട്ടിലെത്തി. വാതിൽ തുറന്നു കിടക്കായിരുന്നു. വാസന്തി, അയാൾ വിളിച്ചു. മറുപടിയില്ല. ശശാങ്കൻ ഒന്ന് കിടുങ്ങി. വേഗം മുറിക്കുള്ളിലേക്ക് പാഞ്ഞു. വാസന്തി വിളിച്ചുകൊണ്ട് ആദ്യം ഓടിയെത്തത് കണ്ടൽ വാസുവിനെ പാർപ്പിച്ചിരുന്ന മുറിക്ക് മുന്നിൽ. അറിയാതെ അയാളൊന്ന് ഞെട്ടി. താൻ പുറത്തുനിന്ന് പൂട്ടിയിരുന്ന വാതിൽ തുറന്നു കിടക്കുന്നു. അയാൾ കിടപ്പുമുറിയിലേക്ക് പാഞ്ഞു. വാസന്തി, അലറി വിളിച്ചുപോയി അയാൾ. അവിടെ കസേരയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ വാസന്തി. ശബ്ദിക്കാതിരിക്കാൻ വായ്ക്ക് മുകളിൽ ഒരു തോർത്ത് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നു. അതിന് പിന്നിൽ ഒരു കസേരയിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഒരു മദ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തുന്ന കണ്ടൽ വാസു. എടാ, അലറിക്കൊണ്ട് ശശാങ്കൻ വാസുവിന് നേരെ കുതിച്ചു. പക്ഷെ വാതിലിന് പിന്നിൽ നിന്നും അറ്റം വളഞ്ഞ ഒരു കൊടുവാൾ തൊട്ടി അയാളുടെ കഴുത്തിൽ കുരുങ്ങി. ഒപ്പം ഒരാജ്ഞയും, അനങ്ങരുത്. അധ്യായം 16. ശശാങ്കൻ്റെ തൊണ്ടയിൽ ഒരു നിലവിളി കുരുങ്ങിക്കിടന്നു. മുന്നോട്ടാഞ്ഞാൽ ആ ക്ഷണം കഴുത്തറ്റ് താഴെ വീഴുമെന്ന് അയാൾക്ക് തോന്നി. വാളിൻ്റെ മൂർച്ച തൻ്റെ കഴുത്തിൽ നേരത്തെ നീറ്റലുണ്ടാക്കുന്നത് ശശാങ്കൻ തിരിച്ചറിഞ്ഞു. കണ്ടൽ വാസു ശശാങ്കനെ നോക്കി ചിരിച്ചു. എന്തിനാ സഖാവ് ഇങ്ങനെയൊരു പരാക്രമം? നിങ്ങളുടെ ഭാര്യ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. ശശാങ്കൻ അയാളെ രൂക്ഷമായി നോക്കി. മിണ്ടാൻ കഴിഞ്ഞില്ല. മിണ്ടിയാൽ പോലും കഴുത്തു മുറിയും.
പിന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് തിരിഞ്ഞു നോക്കണമെന്നുണ്ട്. ഒരു കവൾ മദ്യം കൂടി അകത്താക്കിയിട്ട് വാസു തുറന്നു. നിങ്ങളുടെ ഭാര്യയ്ക്ക് അഹങ്കാരം ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കവളടക്കമൊന്ന് പൊട്ടിച്ചു. പിന്നെ ഇവിടെ പിടിച്ചു കിട്ടിയിരുത്തി, അത്രമാത്രം. ശശാങ്കൻ കണ്ണുകൾ വാസന്തിയുടെ നേർക്കുന്നുണ്ട്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പിന്നെ വാസു പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിയില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരാവേശത്തിൽ ഇങ്ങനെ പ്രതികരിക്കാൻ നോക്കരുത് ശശാങ്ക. ഞാനെന്ന് പറഞ്ഞാൽ മരണമെന്നാണ് അർത്ഥം. വാസു ശശാങ്കന് പിന്നിൽ നിൽക്കുന്നവനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഒരു നിമിഷം അയാൾ ശശാങ്കനെ കഴുത്തിൽ നിന്ന് വാള് മാറ്റി. ശ്വാസം വലിച്ചുകൊണ്ട് ശശാങ്കൻ തിരിഞ്ഞു നോക്കി. കറുത്തു തടിച്ച ഒരാൾ ആദ്യമായി കാണുകയാണ്. അയാൾ അവജ്ഞയോടെ ശശാങ്കനെ നോക്കി ചിരികൊട്ടി. അതെൻ്റെ വിശ്വസ്തനായ ശിഷ്യനാ ശശാങ്ക, നീരാളി പരമു, തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്നവൻ. കണ്ടൽ വാസു എഴുന്നേറ്റു. വിഷമവും കോപവും കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശശാങ്കൻ. പൊട്ടിത്തെറിച്ചു. നീ എന്ത് തെമ്മാടിത്തരാടായി കാണിക്കുന്നത്? ഈ നിമിഷം നീയും ഇവനും ഇവിടെ നിന്ന് ഇറങ്ങണം. നിൻ്റെ ഒന്നും സേവനം എനിക്കിപ്പോൾ വേണ്ട, മനസ്സിലായോ? അയാളെ കൈ ചൂണ്ടി. അല്പം ഉറക്കത്തന്നെ വാസു ചിരിച്ചു. എന്ത് തെമ്മാടിത്തരം ഞാൻ കാണിച്ചതാ? ഇവരെ കെട്ടിയിട്ടതോ? എന്നെ നിങ്ങൾ മുറിയിലാക്കി പൂട്ടിയതങ്ങ് പൊറുക്കാം. പക്ഷേ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാമെന്ന് ഇവള് പറഞ്ഞത് ഞാൻ പൊറുക്കത്തില്ല. അതിന് കൊടുത്തതാ കവളടക്കം ഒരെണ്ണം. വാസുവിനെ ആരും ഭരിക്കരുത്, പറഞ്ഞേക്കാം. അയാൾ ശശാങ്കൻ്റെ തൊട്ടു മുന്നിലെത്തി. കണ്ണുകളിലേക്ക് നോട്ടം നിന്നു. ഇവിടെ നിന്ന് പോകാൻ എനിക്ക് മനസ്സില്ല. ഇനി അവനും കാണും എൻ്റെ കൂടെ, മനസ്സിലായല്ലോ? ശശാങ്കൻ ഞെട്ടി. ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. എന്നെ ഇവിടേക്ക് അയച്ച ധർമ്മടൻ ശിവൻ സഖാവ് പറയണം. കഴുത്തിൽ ചുറ്റിയ പാമ്പാണ് വാസുവെന്ന് ശശാങ്കന് തോന്നി. ഇനി ഏത് നിമിഷവും തന്നെ കൊത്തിയേക്കും. വാസു തുറന്നു. എന്നെ പോലീസ് പിടിക്കാനിടയായ പിന്നെ സഖാവ് ശശാങ്കനും ഭാര്യയില്ല, മനസ്സിലായോ? കൊന്നുകളയാം ഈ നീരാണി രണ്ടിനെയും. അത് നേരാണെന്ന ഭാവത്തിൽ നീരാളിപ്പരമു തലയാട്ടി. ആകെ പെരുത്തു കയറുകയാണ് ശശാങ്കന്. യാതൊന്നും സംഭവിക്കാത്ത മട്ടിലെ വാസു നീരാളിയും കൂട്ടി തനിക്ക് ലഭിച്ച മുറിയിലേക്ക് പോയി. അതിനിടെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അവർ പോയി കഴിഞ്ഞപ്പോൾ ശശാങ്കൻ വാസന്തിയെ അഴിച്ചുവിട്ടു. വായ് മൂടിക്കെട്ടിയിരുന്ന തോർത്ത് നീക്കം ചെയ്തു. സംസാരിക്കാനിപ്പോൾ വാസന്തി ചീറി. എനിക്കിനി ഇവിടുത്തെ പൂർത്തി വേണ്ട. നിങ്ങൾ തെമ്മാടികളുടെ കൂടെ കഴിഞ്ഞോ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. തിടുക്കത്തിൽ അലമാര തുറന്ന് അവർ വസ്ത്രം വലിച്ചു വാരി കിടക്കയിലേക്ക് ഇട്ടു. നീ എന്ത് ഭ്രാന്താ വാസന്തി പറയുന്നത്? അവർ വെട്ടിത്തിരിഞ്ഞ് രൂക്ഷമായ അയാളെ നോക്കി. ഇന്ന് ആ ഗുണ്ടകൾ എന്നെ തല്ലി. നാളെ അയാളുടെ കൂടെ പിടിച്ച് കിടത്തില്ലെന്ന് ആര് കണ്ടു? ജീവനോ അഭിമാനോ അടിയറവോ വെച്ചുള്ള ഒരു കളിക്കും ഞാനില്ല. അവളെ പെട്ടിയെടുത്ത് കിടക്കയിൽ വെച്ച് തുറന്നു. അതിലേക്ക് വസ്ത്രങ്ങൾ അടുക്കി തുടങ്ങി. വസന്തി, ശരിക്കും ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ. ശശാങ്കൻ അവരെ മയപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ ചിന്തിച്ചു കഴിഞ്ഞതാ. അവർ പെട്ടിയെടുത്തു. നീ എന്തിനാ ആ വാതിൽ തുറന്നു കൊടുത്തത്? അയാളെ ഭീഷണിപ്പെടുത്തിയതും. അയാൾ അവരുടെ തോളിൽ കൈവച്ചു. വസന്തിയെ കൈ തട്ടിക്കളഞ്ഞു. വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കുന്ന അയാളെ മുറി കിടന്ന് അലറിയപ്പോൾ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? അവരുടെ കണ്ണുകളുടെ നേരിടാനാവാതെ അയാൾ തലകുനിച്ചു. പിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തി. നേരി തന്നെ പറയുക മാത്രമല്ല, ഞാൻ അയാളെ പോലീസിൽ പിടിപ്പിക്കുകയും ചെയ്തേനെ. അല്ലെങ്കിൽ എന്നെ ഒറ്റയ്ക്കിട്ട് നിങ്ങൾ ഇവിടെ പോകരുതായിരുന്നു. വാസന്തി പെട്ടിയെടുത്തു. എന്ന് ഈ ഗുണ്ടകൾ ഇവിടെ നിന്ന് പോകുന്നോ അന്ന് ഞാൻ മടങ്ങി വരും. എടി, നിന്നോടാ ഞാൻ പോകരുതെന്ന്. ശശാങ്കൻ അവരുടെ മുന്നിൽ കയറിയിരുന്നു. മാറിയിൽക്ക്. അവരുടെ ശബ്ദം മാറി. എന്നെ തടഞ്ഞാൽ ഈ മുറിയിൽ ഞാൻ തൂങ്ങിച്ചാവും. അവരങ്ങനെ തന്നെ ചെയ്യുമെന്ന് അയാൾക്ക് തോന്നി. ശശാങ്കൻ അറിയാതെ വഴിമാറി. വാസന്തി പുറത്തേക്കിറങ്ങി. പെട്ടിയുമായിട്ട് അവർ നടന്നു പോകുന്നത് നിസ്സഹായതയോടെ ശശാങ്കൻ നോക്കിയിരുന്നു. എത്രയും വേഗം ധർമ്മടൻ ശിവൻ സഖാവിനെ കാണണം. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ. ശശാങ്കൻ തീരുമാനിച്ചു. സഖാവേ, അകത്തു നിന്നും കണ്ടൽ വാസു വിളിച്ചു. വരുന്നു. നീരസത്തോടെ ശശാങ്കൻ വാസുവിൻ്റെ അടുത്തേക്ക് പോയി. ഉച്ചയ്ക്ക് ശേഷം പ്രസ് ക്ലബ്ബിൽ ധർമ്മടം ശിവൻ സഖാവിൻ്റെ പത്രസമ്മേളനം നടന്നു. ലൈവായിട്ട് അത് കർണനും മറ്റും സഖാക്കളും കണ്ടു. ജയിലർ കുരുവിള പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശിവൻ നിഷേധിച്ചു. മാത്രമല്ല, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വെളിപ്പെടുത്താൻ കുരുവിളയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഒക്കെ നാടകം തന്നെ. സുരേഷ് ടി വിയിൽ നിന്നും കണ്ണെടുക്കാതെ പിറുവിർത്തു. കർണൻ അത് കേട്ടെങ്കിലും അനങ്ങിയില്ല. കുഞ്ഞമ്പ് അവനൊന്ന് തോണ്ടി. എന്താ അടുത്ത പരിപാടി? കർണൻ മറുപടി പറയും മുമ്പ് പോക്കറ്റിൽ കിടന്നിരുന്ന ഫോണൊന്ന് വിറച്ചു. അവനതെടുത്ത് നമ്പർ നോക്കി. അടപ്പ് ഭാസ്കരൻ. കർണൻ നിറം ക്ലബിൻ്റെ വരാന്തയിലേക്ക് ഇറങ്ങി. എന്താ ഭാസ്കര? കർണ, കണ്ടൽ വാസു ഇപ്പോൾ പന്യന്നൂരിലുണ്ട്. ഇവിടെയോ? കർണൻ ഒന്ന് കിടങ്ങി. ഓൻ മാത്രമല്ല, കൂടെ നീരാളിപ്പരമു എന്നൊരു ശിഷ്യനുണ്ട്. നീരാളിപ്പരമു. കർണൻ ആ പേര് മനസ്സിലിട്ട് ചതച്ചു. മുൻപ് പരിചയമില്ല. ഇവിടെ എവിടെയാണ് ഓനെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ ഭാസ്കര? അതുമാത്രമല്ല, ഭാസ്കരൻ ശബ്ദം താഴ്ത്തി. ഇന്ന് രാത്രി എന്തോ പദ്ധതിയുണ്ട്.
ഇവിടുന്ന് 4-5 പേര് അങ്ങോട്ട് വരുന്നുണ്ട്. വാസു പറഞ്ഞതിനനുസരിച്ചാ. എന്തിന്? കർണൻ്റെ മുഖം മുറുകി. കൃത്യമായിട്ടറിയില്ല, എന്നാലും ഭാസ്കരൻ പറഞ്ഞുകൊണ്ടിരുന്നു. കർണൻ്റെ മുഖത്ത് ഭാവങ്ങൾ മിന്നിമറഞ്ഞു. അവസാനം ചിന്തയോടെ അവൻ ഫോൺ പോക്കറ്റിലിട്ടു. പിന്നെ തിരിഞ്ഞ് ക്ലബിൻ്റെ വാതിക്കലെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കുഞ്ഞമ്പു. കർണൻ അവനെ കയ്യാട്ടി വിളിച്ചു. എന്താടാ? അവൻ സംശയത്തോടെ കർണൻ്റെ അടുത്തെത്തി. കൈവേലിക്കൽ തലശ്ശേരി റൂട്ടിലോടുന്ന സ്നേഹബസ് റോഡിലൂടെ പാഞ്ഞുപോയി. കർണൻ ശബ്ദം താത്തി. നീയും ശക്തിയും സുരേഷും, പിന്നെ നമുക്ക് തീർത്തും വിശ്വസിക്കാൻ കഴിയുന്ന ചിലരും വേണം. രാത്രിയിൽ പണി കണ്ടേക്കും. ഒക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. കുഞ്ഞമ്പു തലയാട്ടി. രാത്രി ചേതാവൂർ ഹൈസ്കൂളിൻ്റെ മുറ്റത്ത് ഇരുളിൽ 2 വാഹനങ്ങൾ കിടപ്പുണ്ടായിരുന്നു. 2 ജീപ്പുകൾ. അവക്കരിയിൽ സഖാവ് ശശാങ്കനും ബാലനും ഉണ്ട്. പിന്നെ കണ്ടൽവാസവും നീരാളിപ്പരമവും വേറെ 4-5 പേരും. കാണുന്നില്ലല്ലോ. റോഡിലേക്ക് നോക്കിക്കൊണ്ട് ബാലൻ പിറുവിറുത്തു. ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ട് ശശാങ്കൻ പറഞ്ഞു. ഞാനൊന്നിരിക്കട്ടെ. ബാലൻ വടികുത്തി ജീപ്പിൻ്റെ മുൻസീറ്റിലേക്ക് ഇരിക്കാൻ ഭാവിച്ചതേ ഉള്ളൂ. റോഡിൻ്റെ അങ്ങേ തലക്കിലെ ഒരു വാഹനത്തിൻ്റെ ലൈറ്റുകൾ കണ്ടു. വരുന്നെന്ന് തോന്നുന്നു. ബാലൻ വീണ്ടും തറയിലേക്ക് ഇറങ്ങി. വെളിച്ചം ഒരു നിമിഷം അവരെ തൊട്ടിഴിഞ്ഞു. അടുത്ത നിമിഷം അതണഞ്ഞു. പാർക്ക് ലൈറ്റിൻ്റെ നേർത്ത വെളിച്ചത്തിൽ ആ വാഹനം സ്കൂൾ മറ്റത്തേക്ക് വന്നു. ധർമ്മടൻ ശിവൻ്റെ ഇന്നോവ കാർ. അത് നിന്നു. പിൻസീറ്റിൽ നിന്നും ശിവൻ ഇറങ്ങി. എല്ലാവരും എത്തിയോ? എത്തി. ശശാങ്കൻ അയാൾക്കടുത്തേക്ക് ചെന്നു. ശിവൻ മൂളി. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അവർ മരച്ചുവട്ടിലേക്ക് നീങ്ങുന്നു. വാസുവേ. ഓ. വിനയാന്വിതനായി കണ്ടൽ വാസു വിളി കേട്ടു. കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിലൂടെ പറഞ്ഞല്ലോ. ഓ, എന്നാൽ തൽക്കാലം നീ പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെടരുത്. അതെന്താ സഖാവേ? അഥവാ ആരെങ്കിലും കണ്ടാ നീ ഈ പരിസരത്തൊക്കെ തന്നെയുണ്ടെന്ന് വെളിപ്പെടും. ജയിലർ കുരുവികളുടെ പത്രസമ്മേളനം ശരിയാണെന്ന് പാർട്ടിക്കാർ കരുതും. സഖാവ് പറയും പോലെ എല്ലാം കരുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്. എങ്കിൽ നിങ്ങൾ പോയിക്കോ. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ പദ്ധതി പരാജയപ്പെട്ടാൽ അതോടെ ഒക്കെ തീർന്നു. ശത്രുക്കൾക്ക് ഒരു ഇര വീണ കിട്ടിയതുപോലെയാണ് കുരുവികളുടെ വെളിപ്പെടുത്തലുകൾ. അതവർ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിലാണ്. ധർമ്മടൻ ശിവനൊന്ന് നിർത്തി. മറ്റുള്ളവർ കേട്ടുനിന്നു. വൃക്ഷശിഖരങ്ങൾക്കിടയിലൂടെ നിലാവിൻ്റെ ഒരു കീറ് കണ്ടു. ശിവൻ തുടർന്നു. എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ CI ഷാവുൽ ഹമീദിനെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അയാളിവിടെ എത്തിയേക്കും. ആ വാർത്ത ഇഷ്ടപ്പെടാത്ത മട്ടിലെ ബാലനും ശശാങ്കനും ഇരുളിൽ പരസ്പരം നോക്കി. എന്നാൽ ഞങ്ങളങ്ങോട്ട്. വാസു അനുവാദം തേടി. ഓക്കെ, പോയിട്ട് ജയിച്ചു വാ. ലാൽസലാം. കണ്ടൽ വാസുവും സംഘവും ജീപ്പിൽ കയറി. അത് റോഡിലേക്കിറങ്ങി വലത്തേക്ക് തിരിഞ്ഞുപോയി. സഖാവ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ക്ഷമ നശിച്ചവനെ പോലെയായിരുന്നു ശശാങ്കൻ്റെ ശബ്ദം. ശിവൻ ശബ്ദമില്ലാതെ ചിരിച്ചു. നിനക്ക് പറയാനുള്ളത് വാസുവിൻ്റെ കാര്യമല്ലേ? അതെ. ശശാങ്കൻ അമ്പരന്നു. സഖാവ് ഇതങ്ങനെ അയാളെ പൂർത്തിയാക്കാൻ ശിവൻ സമ്മതിച്ചില്ല. ഒക്കെ അറിഞ്ഞെന്ന് കൂട്ടിക്കോളൂ. നിന്റെ ഭാര്യ പിണങ്ങിപ്പോയതടക്കം. അതെ, പക്ഷെ ഓനെ വീട്ടിൽ താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ നീരാളി എന്ന് പറഞ്ഞ ഒരുത്തം കൂടിയുണ്ട്. ശിവനൊന്ന് അമർത്തി മൂളി. ഇങ്ങനെയൊരു സെറ്റപ്പ് വേണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ ശശാങ്ക? ഓനെ ഇവിടെ കൊണ്ടുവന്ന നിലയ്ക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാതെ ശത്രുക്കളെ അമർച്ച ചെയ്യാതെ തിരിച്ചയക്കാനാവില്ലല്ലോ. നീ കുറച്ചു കാലം ബുദ്ധിമുട്ട് സഹിച്ചേ പറ്റൂ. ശശാങ്കന് മറുപടി പറയാനാവില്ല. മരിച്ചതുപോലെ ഏതാനും നിമിഷം നിന്നുപോയി. ബാലനും പറഞ്ഞു. ശശാങ്ക, ശിവൻ സഖാവ് പറയുന്ന പോലെ തൽക്കാലം കാര്യങ്ങൾ നടക്കട്ടെ. വാസുവിനെ പോലീസ് പിടിക്കാനിടയായ പിന്നെ പാർട്ടിയിൽ നമ്മൾ വട്ടപ്പൂജ. അത് മറക്കണ്ട. അപ്പോഴും മിണ്ടിയില്ല ശശാങ്കൻ. ധർമ്മടൻ ശിവൻ മടങ്ങാൻ ഭാവിച്ചു. മാഹി പാർട്ടി കോൺഗ്രസ് കഴിയാതെ ഇനി നമ്മളിങ്ങനെ ഒത്തുകൂടില്ല. എല്ലാ സഖാക്കൾക്കും ഇനിയുള്ള ജോലി അവിടെയായിരിക്കും. പിന്നെ എനിക്ക് പകരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാലൻ വരൻ വേണ്ട ചരട് വരികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ. അയാൾ ബാലൻ്റെ തോളിൽ തട്ടി. ബാലന് സന്തോഷമായി. അപ്പോൾ ഞാൻ പോകുന്നു. ശിവൻ കാറിൽ കയറി. ശിവൻ പോയി കഴിഞ്ഞിട്ടും ശശാങ്കൻ അങ്ങനെ തന്നെ നിന്നു. ഏയ്, ബാലൻ അയാളെ തട്ടി ഉണർത്തി. നീ എന്താ ചിന്തിക്കുന്നത്? ശശാങ്കൻ പരിസരബോധം ഉണ്ടായതുപോലെ ഒന്ന് പിടഞ്ഞു. വാസുവിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്കൊരു മനസ്സമാധാനമില്ല. ഒക്കെ മാറിക്കോളും, നീ വാ. ബാലൻ്റെ പിന്നാലെ ശശാങ്കൻ ജീപ്പിനടുത്തേക്ക് നടന്നു. 11 മണി കഴിഞ്ഞു. പാനൂരെ വിജനമായ റോഡിലൂടെ പോലീസ് പെട്രോൾ ജീപ്പ് മെല്ലെ കടന്നുപോയി. അതിലുണ്ടായിരുന്ന പോലീസുകാർ പുറത്തേക്ക് ശ്രദ്ധിച്ചു. ഒരിടത്തും സംശയകരമായി യാതൊന്നുമില്ല. പാനൂർ കോപ്പറേറ്റീവ് ബാങ്കും പരിസരവും നിശബ്ദമായി ഇരുളിൽ കുളിച്ചു നിൽക്കുകയാണ്. പാർക്ക് ലൈറ്റുകൾ മാത്രം തെളിഞ്ഞ ഒരു ജീപ്പ് തെല്ലകലെ വന്നു നിന്നു. എല്ലാം എടുത്തോണ്ടിറങ്ങിക്കോ. അതിൽ നിന്നും കണ്ടൽ വാസുവിൻ്റെ പതിഞ്ഞ ശബ്ദം. പറഞ്ഞതൊന്നും മറക്കരുത്. ഇല്ല വാസുവണ്ണ. കൂട്ടത്തിൽ ആരോ പ്രതിവചിച്ചു. ജീപ്പിന് പിന്നിലെ പടുത ഉയർത്തി ആ സംഘം പുറത്തേക്കിറങ്ങി.
ഒപ്പം പെട്രോൾ അടങ്ങിയ കന്നാസ്, പന്തം, ബോംബ് തുടങ്ങിയവയെല്ലാം എടുത്തു. ഇരുളിനെ മറയാക്കി ആ 5 അംഗ സംഘം കരുതലോടെ കോപ്പറേറ്റീവ് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി. ബാങ്കിന് മുന്നിലെ അടച്ചിട്ടിരുന്ന ഗേറ്റിന് മുന്നിലെ അവർ നിന്നു. പൂട്ടിയിട്ടിരിക്കുക, ഒരാളത് പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. മുകളിലൂടെ അപ്പുറം കടക്കാം. മറ്റൊരാൾ മെല്ലെ ഇരുമ്പ് കമ്പികളിൽ ചവിട്ടി അപ്പുറം കടന്നിട്ട് പെട്രോൾ കന്നാസും മറ്റും വാങ്ങി അപ്പുറത്ത് വെച്ച്. മറ്റുള്ളവരും അവിടെ എത്തി. ചുറ്റും ശ്രദ്ധിച്ചു. സർവത്ര ശാന്തത. അവരെ കെട്ടിടത്തോടെ നടത്തു. ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് ഒരു ജനഗ്ലാസ് മുറിക്കണം. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അകത്തേക്ക് പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തറയിലൂടെ മറ്റു മുറികളിലേക്ക് എത്തിക്കൊള്ളും. നീരാളിപ്പരമു നിർദ്ദേശിച്ചു. കൂട്ടത്തിൽ ഒരാൾ ഗ്ലാസ് കട്ടർ എടുത്തു. അടുത്ത നിമിഷം പെട്ടെന്ന് ബാങ്കിന് മുന്നിലെ ലൈറ്റുകൾ തെളിഞ്ഞു. 4-5 ലൈറ്റുകൾ. ആ സംഘം കിടുങ്ങിപ്പോയി. അവർ ചുറ്റും പകച്ചു നോക്കി. ആരെയും കാണാനില്ല. ഞൊടിയിടയിൽ ഒരു സംഘം വൃത്താകൃതിയിൽ പുറംതിരിഞ്ഞു നിന്നു. മുന്നിൽ വരുന്ന ശത്രു. അത് ആരായാലും ജീവനോടെ മടങ്ങരുത്. നമ്മളാരും പിടികൊടുക്കരുത്. നീരാളിപ്പരുവൻ്റെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തുചാടി. പെട്ടെന്ന് അവരുടെ പ്രതീക്ഷകൾക്കപ്പുറം മെറ്റൽ കഷ്ണങ്ങൾ ചീറി വന്നു. 4 പാട് നിന്നു. ബോംബ് കയ്യിലുണ്ടായിരുന്നവർ ലക്ഷ്യമില്ലാതെ അവ വലിച്ചെറിഞ്ഞു. എവിടേക്കോ വീണത് പൊട്ടിത്തെറിച്ചു. പിടിച്ചു നിൽക്കാനാവാതെ നീരാളിപ്പരമോ അലറി. ഓടിക്കോടാ! അവർ ഗേറ്റിന് നേരെ ഓടി. എന്നാൽ വേട്ടനായ്ക്കളെ പോലെ ചുറ്റുപാട് നിന്നും ഒരു സംഘം ആളുകൾ ചീറിയെടുത്തു. അവരുടെ കുറുപടികൾ പ്രതിരോധിക്കാൻ പോലും കഴിയും മുമ്പേ നെടുകയും കുറുകയും അടി വീണു. ആർത്തനാദങ്ങൾ. ഒറ്റയെണ്ണത്തിനെയും വെറുതെ വിടരുത്. കർണൻ്റെ ഗർജനം. വിടാനോ? ഇവിടെ തന്നെ ഇവനെയൊക്കെ വെട്ടിമൂടണം. ശക്തിധരൻ്റെ ഒച്ച. 15ഓളം വരുന്ന സംഘം പരമുവിൻ്റെ സംഘത്തെ തല്ലി അമർത്തുകയാണ്. നിനക്കൊക്കെ ബാങ്കിന് തീരണമല്ലടാ. കുഞ്ഞമ്പു വടിവാൾ വീശി ഒരുവൻ്റെ കാൽമുട്ടിൽ അടിച്ചു. അയ്യോ! അയാളുടെ നിലവിളി ശബ്ദം. ചിരട്ട പൊട്ടുന്ന പോലെ അസ്ഥിയൊടിയുന്ന ശബ്ദവും. അതിനിടെ സുരേഷിനെ തള്ളിമാറ്റി നീരാളിപ്പരമു ഓടി. നിൽക്കടാ അവിടെ! സുരേഷ് പിന്നാലെ പാഞ്ഞു. തികഞ്ഞ അഭ്യാസിയെപ്പോലെ പരമു ഗേറ്റിന് മീതെ കൈയമർത്തി അപ്പുറത്തേക്ക് മറിഞ്ഞു. ആ ക്ഷണം ഒരു ജീപ്പ് ഇരമ്പിപ്പാഞ്ഞു വന്ന് ബ്രേക്കിട്ടു. പരമു അതിൽ ചാടിപ്പിടിച്ചു. വിട്ടോ! ജീപ്പ് മുന്നോട്ട് കുതിച്ചു. ബാക്കി 4 പേർക്ക് രക്ഷപ്പെടാനായില്ല. കർണനും സംഘവും അവരെ പിടികൂടി. കൈകളെ പിന്നിലേക്ക് തിരിച്ചു പിടിച്ച് ബന്ധിച്ചു. നിൻ്റെയൊക്കെ നാവിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ പല സത്യങ്ങൾ അറിയാൻ പോവുകയാണ്. കർണൻ ചിരിച്ചു. കൂടെ നിൽക്കുന്നവരെ ചതിച്ചു കൊന്ന് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു നിർത്തുന്ന കപട രാഷ്ട്രീയത്തിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോകുന്നു. ഇത് നല്ല രാഷ്ട്രത്തിന് വേണ്ടിയുള്ള തുറന്ന യുദ്ധത്തിൻ്റെ ആദ്യപടി. പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവർക്ക് ചോരയിലെ പാർട്ടി വീര്യം കാത്തു സൂക്ഷിക്കുന്നവർക്കുള്ള കർണൻ്റെ ദക്ഷിണ. മറ്റുള്ളവർ ആവേശത്തോടെ ആ വാക്കുകളെ എതിരേറ്റു. അപ്പോൾ കണ്ടൽ വാസുവിൻ്റെ ഫോണിലൂടെ സഖാവ് ധർമ്മടൻ ശിവൻ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അല്പനേരത്തേക്ക് മിണ്ടാനായില്ല അയാൾക്ക്. സഖാവ് എന്തു വേണം? വാസു പിന്നെയും തിരക്കി. അവരെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണോ? അതെ. എങ്കിൽ ബാങ്ക് സെക്രട്ടറി സുധാകരനെ നമുക്ക് വേണം. ഓൻ്റെ നാവിൽ നിന്നൊന്നും പുറത്തു പോകാതിരിക്കാൻ. അതാവാം. വേഗം ചെല്ല്. കണ്ടൽ വാസു ജീപ്പിൻ്റെ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. സുധാകരനെ വീട്ടിലേക്ക് വിട്. ജീപ്പ് ഇടത്തോട്ട് തിരിഞ്ഞു. അതിനുള്ളിൽ അയാൾക്കുള്ള മരണ വാറണ്ടുമായിട്ട് കണ്ടൽ വാസുവും നീരാളിപ്പരമുവും. പ്രിയരെ, അപ്പോൾ നമ്മൾ കേട്ടത് കർണൻ എന്ന നോവലിൻ്റെ 7ാമത്തെ അധ്യായമാണ്. വീണ്ടും നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.